സ്നേഹവും ബഹുമാനവുമുള്ള സഭാശുശ്രൂഷകരെ, സഭാ കമ്മിറ്റി അംഗങ്ങൾ, സ്ത്രീധന സംഘടന ഭാരവാഹികൾ, സഭാജനങ്ങൾ, കുഞ്ഞുമക്കളെ, ഏവർക്കും കുടുംബങ്ങളെ ദൈവ സ്നേഹത്തിൽ വഴിനടത്തുന്ന വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം. വിശ്വാസം ഒരു തുടക്കമാണ്. സ്വാതന്ത്ര്യത്തിലേക്കും സ്നേഹത്തിലേക്കും സൗഖ്യത്തിലേക്കും ആനയിക്കുന്ന തുടക്കം. ദൈവസ്നേഹത്തിന്റെ കൈവഴികളിലാണ് വിശ്വാസം ഉണരുന്നത്. വിശ്വാസത്തിന്റെ കരുത്തും ജീവിതമൂല്യങ്ങളുടെ വിശുദ്ധിയും സമർപ്പണത്തിന്റെ മാതൃകയും കൊണ്ട് ജീവിതം കെട്ടിപ്പടുത്തവർ വിശ്വാസം നിറഞ്ഞ കുടുംബങ്ങൾ. ഈ വർഷത്തെ കുടുംബകാല ചിന്താവിഷയം വിശ്വാസം നിറഞ്ഞ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുക. വിശ്വാസം നിറഞ്ഞ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുക. ഈ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം അതിന്റെ 31-ാം വചനം. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം അതിന്റെ 31-ാം വചനം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഭൂമിയിലെ സകല കുടുംബങ്ങൾക്കും നാഥനായ യേശുവേ, അനേകം കുടുംബങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വേരോടെ തിരിച്ചറിയപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ നട്ടു നനച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന വലിയ കുടയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾ അല്പസമയം വിശ്വാസം നിറഞ്ഞ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുക എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ ആത്മാവിനാൽ ഈ വചനത്തെ ധ്യാനിപ്പാൻ സഹായിക്കണമേ. ഇതിലെ ആഴങ്ങളെ തിരിച്ചറിയുന്നതിലൂടെ വിശ്വാസം നിറഞ്ഞ കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടുത്തുവാൻ അങ്ങ് സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ ശ്രേഷ്ഠനായ ഒരു ഗുരുവിന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു ചെന്നിട്ട് ചോദിച്ചു, ഗുരു, ജീവിതത്തെക്കുറിച്ചുള്ള അങ്ങയുടെ വിശ്വാസം എന്താണ്? ഗുരു പറഞ്ഞു, ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്നാൽ നീ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുക. ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് നിനക്ക് പഠിക്കാനാകും. ആദ്യമായി അയാൾ കണ്ടത് ഒരു മുന്തിരിച്ചെടിയാണ്. മുന്തിരിച്ചെടിയോട് അയാൾ ചോദിച്ചു, മുന്തിരിച്ചെടി, എന്താണ് നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള നിന്റെ വിശ്വാസം? മുന്തിരിച്ചെടി മറുപടി പറഞ്ഞു, എനിക്ക് തന്നെ നിൽക്കാൻ കാണിയില്ലെങ്കിലും എന്നെ ഉണ്ടാകുന്ന മധുരകരമായ മുന്തിരിപ്പഴങ്ങൾ, എന്റെ മധുരം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എന്റെ ജീവിതം. അതിനുശേഷം അയാൾ ആ മുന്തിരിച്ചെടിയിൽ വന്നിരുന്ന ഒരു കുയിലിനെ കണ്ടു. കുയിലിനോട് അയാൾ ചോദിച്ചു, കുയിലെ, എന്താണ് നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള നിന്റെ വിശ്വാസം? കുയില് പറഞ്ഞു, നിനക്കറിയാമല്ലോ, ഇത്രയും നാൾ ഇങ്ങനെ പാടിപ്പറന്ന് നടന്നിട്ടും സ്വന്തമായി ഒരു കൂട് പോലും നേടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും എന്റെ ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് എന്റെ ജീവിതം. അതുവഴി വന്ന ഒരു മയിലിനെ അയാൾ കണ്ടു. മയിലിനോട് ചോദിച്ചു, മയിലേ, എന്താണ് നിന്റെ ജീവിതം? മയിൽ പറഞ്ഞു, എന്റെ ചിറകുകൾ എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല, എങ്കിലും അത് വിരിച്ച് നൃത്തം ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിന് ആനന്ദം നൽകുക എന്നതാണ് എന്റെ ജീവിതം. സന്ധ്യയായി അയാൾ ഒരു
ബെന്യാമീനോട് ചോദിച്ചു, ബെന്യാമീനേ, എന്താ നിന്റെ ജീവിതം? ബെന്യാമീൻ പറഞ്ഞു, ഒത്തിരി വെട്ടമൊന്നും എന്നില്ലെങ്കിലും എന്നിലുള്ള ഇത്തിരി വെട്ടം ഈ ലോകത്തിന് കൊടുക്കുക എന്നതാണ് എന്റെ ജീവിതം. നടന്ന് നടന്ന് അയാൾ ഒരു പുഴവക്കിലെത്തി. പുഴവക്കിലെത്തിയ അയാൾ നീന്തുന്ന മീനുകളോട് ചോദിച്ചു, മീനുകളെ, എന്താണ് നിങ്ങളുടെ ജീവിതം? മീനുകൾ അയാളോട് മറുപടി പറഞ്ഞു, ഞങ്ങളുടെ മീനുകൾക്കിടയിൽ എതിരെയും കുറുകയും ഒക്കെ ഒരുപാട് തിരകൾ വരുന്നുണ്ട്. ഈ എതിരെയും കുറുകയും വരുന്ന തിരകളെ അതിജീവിച്ചു മുന്നേറുക എന്നതാണ് ഞങ്ങളുടെ ജീവിതം. ഒടുവിൽ അയാൾ പുഴയോട് ചോദിച്ചു, പുഴേ, എന്താണ് നിന്റെ ജീവിതം? പുഴ പറഞ്ഞു, ശാന്തമായി ഒഴുകി കടലിൽ ചെന്ന് ചേരുക എന്നതാണ് എന്റെ ജീവിതം. പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ കുളിർമയും കരുതലിന്റെ മാധുര്യവും പങ്കുവയ്ക്കലിന്റെ സന്തോഷവും ഒരുപോലെ സമ്മേളിക്കുന്ന പൂങ്കാവനം കുടുംബം. ജീവിതം ഒരുവനായി കരുതിയിരിക്കുന്ന സമാനതകളില്ലാത്ത സ്നേഹത്തിന്റെ പേരായ കുടുംബത്തെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ ഫലങ്ങൾ മധുരമുള്ളതാക്കി എന്റെ കൂടെയുള്ളവർക്ക് നൽകുന്നതും എന്റെ ശബ്ദം എന്റെ വീട്ടിലുള്ളവരുടെ കാതുകൾക്ക് ഇമ്പമുണ്ടാക്കുന്നതും എന്റെ പ്രവർത്തനങ്ങൾ എന്റെ കൂടെയുള്ളവരുടെ ഹൃദയത്തിന് ആനന്ദം നൽകുന്നതും നമ്മുടെ ഒരു ചെറിയ ജീവിതത്തിന്റെ പ്രകാശം, എന്നിലുള്ള പ്രകാശം എന്റെ കൂടെയുള്ളവരുടെ ജീവിതത്തിന് പ്രകാശമായി മാറുന്നതും ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒരു മീനിനെ പോലെ അതിജീവിക്കുന്നതും ഒടുവിൽ ശാന്തമായി ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നതുമാണ് ദൈവവിശ്വാസം നിറഞ്ഞ ഓരോ കുടുംബവും. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് അനുസരണത്തെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയവർ, കാഴ്ചകളെ കാഴ്ചപ്പാടുകളാക്കി മാറ്റിയവർ, വിചാരങ്ങളെ വിവേകങ്ങളാക്കി മാറ്റിയവർ, ഇങ്ങനെ അനേകം കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് 3 ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, വിശ്വാസം നിറഞ്ഞ കുടുംബം അനുസരണത്തെ അനുഗ്രഹമാക്കി മാറ്റിയവർ. വിശ്വാസം നിറഞ്ഞ കുടുംബം അനുസരണത്തെ അനുഗ്രഹമാക്കി മാറ്റിയവർ. അനുസരണം എന്നാൽ അവരുടെ വാക്കുകളെ മാനിക്കുക, ശ്രദ്ധിക്കുക, കേൾക്കുക, അനുസരിക്കുക എന്നതാണ് അനുസരണത്തിന്റെ ചവിട്ടുപടികൾ. അനുസരണം ഒരു ആരാധനയാണ്. ദൈവത്തിന് വേണ്ടി ഒരാൾ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനമാണ് അനുസരണം. അനുസരണത്താൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് സാധിക്കും. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 22-ാം വചനം, ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുത്താടുകളുടെ നേരത്തിനേക്കാളും നല്ലത്. അനുസരണം പല രൂപത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭയം കൊണ്ട് അനുസരിക്കുന്നവരുണ്ട്. എന്നാൽ ശരിയായ അനുസരണം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 15-ാം വചനം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കും. വിശ്വാസവും അനുസരണവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ ഒന്ന് മറ്റൊന്നിനെ പരിപോഷിപ്പിക്കുന്നു. വിശ്വാസവും അനുസരണവും ഒരു
എന്നിട്ടും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിന്റെ വാക്കുകേട്ട് ദൈവത്തെ അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാം തന്റെ ഭാര്യയായ സാറായോടൊപ്പം കനാനിലേക്ക് എത്തിച്ചേരുമ്പോൾ അബ്രഹാമിന്റെ കുടുംബജീവിതം ഒരു പ്രത്യേക കാലഘട്ടം വരെ പ്രശ്ന സങ്കീർണവും അസമാധാനവും നിറഞ്ഞതായി മാറി. ദൈവവാഗ്ദാനം ലഭിച്ച് 25 വർഷങ്ങൾക്ക് ശേഷം തന്റെ വാർദ്ധക്യകാലത്ത് ദൈവം തനിക്ക് ദാനമായി നൽകിയ തന്റെ ഏക മകനെ ദൈവത്തിന് ബലിയായി അർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ മറുചോദ്യങ്ങളില്ലാതെ അബ്രഹാം അനുസരിച്ചത് വിശ്വാസത്തിന്റെ വെളിച്ചത്തെയാണ്. അനുസരണം അബ്രഹാമിന്റെ കുടുംബത്തെ അനുഗ്രഹമുള്ളതാക്കി മാറ്റി. അബ്രഹാമിൽ നിന്ന് ക്രിസ്തുവിലേക്ക് നാം യാത്ര ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ ഭാഗമാക്കാൻ വിളിക്കപ്പെട്ട നസ്രയത്തിലെ കുടുംബം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അനുസരണത്തിന്റെ ഉദാഹരണ മാതൃകയായി നസ്രയത്തിലെ കുടുംബത്തിന്റെ മാതാവ് മറിയം. കാലിത്തൊഴുത്ത് മുതൽ കാൽവരിയുടെ ചുവട് വരെ അനുസരണത്തിന്റെ അക്ഷരം തെറ്റാതെ ഉത്തരം കൊടുത്ത മറിയം. പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ, കുറ്റങ്ങളോ കുറവുകളോ പറയാതെ എല്ലാം നിശബ്ദമായി അനുസരിച്ചവർ. ആ അമ്മയുടെ മകനായി നടപ്പിലും വാക്കിലും പ്രവൃത്തിയിലും പിതാവിന്റെ ഹിതം മാത്രം അന്വേഷിച്ച് കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെത്താൻ താഴ്ത്തിയ കർത്താവായ യേശുക്രിസ്തു. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വചനം, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. പുഴയോരത്തെ അത്തിമരത്തിന്റെ കോവിലാണ് അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും താമസിച്ചിരുന്നത്. എല്ലാ ദിവസവും രാവിലെ അമ്മക്കിളി ആഹാരം തേടി പുറപ്പെടും. പോകുന്നതിന് മുമ്പ് അമ്മക്കിളി കുഞ്ഞിക്കിളിയോട് പറഞ്ഞു, നിന്റെ ചിറകുകളൊന്നും നന്നായി മുളച്ചിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങരുത്, നല്ല അനുസരണയുള്ളവനായി കൂട്ടിൽ തന്നെ ഇരിക്കണം. കുഞ്ഞിക്കിളി സമ്മതിച്ചു. സമയം കടന്നുപോയി. കുഞ്ഞിക്കിളി പതുക്കെ തന്റെ തല കൂട്ടിനെ പുറത്തേക്കിട്ടു. അതാ ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നു. കുഞ്ഞിക്കിളിക്ക് മോഹം, പറക്കണം, പരുന്തിനെ പോലെ പറന്നു പറന്നു ഉയരണം. അവൻ പതുക്കെ ചിറകുകൾ വിടർത്തി നോക്കി. അമ്മ പറഞ്ഞ വാക്കുകൾ അവൻ മറന്നുപോയി. കൂട്ടിന് പുറത്തിറങ്ങി പതുക്കെ പതുക്കെ തന്റെ കുഞ്ഞിച്ചിറകുകൾ വിടർത്തി പറന്നു. പറന്നു പറന്നു ഉയർന്നു. പെട്ടെന്ന് അവന്റെ കുഞ്ഞിച്ചിറകുകൾ തളരാൻ തുടങ്ങി. തളർന്ന് തളർന്ന് അവൻ താഴേക്ക് വീണു. അവന്റെ വീഴ്ച വലിയതായിരുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വചനം, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. മത്സരങ്ങളും സങ്കീർണതകളും അതിന്റെ ഉപോൽപ്പന്നമായ കാപട്യവും കുടുംബജീവിതങ്ങളെ കാത്തു തിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസം നിറഞ്ഞ കുടുംബങ്ങളായി അനുസരണത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നവരായി ഓരോ കുടുംബത്തെയും നമുക്ക് രൂപാന്തരപ്പെടുത്താം. രണ്ടാമതായി, വിശ്വാസം നിറഞ്ഞ കുടുംബം കാഴ്ചകളെ കാഴ്ചപ്പാടുകളാക്കി മാറ്റിയവർ. വിശ്വാസം നിറഞ്ഞ കുടുംബം കാഴ്ചകളെ കാഴ്ചപ്പാടുകളാക്കി മാറ്റിയവർ. കാഴ്ചയും കാഴ്ചപ്പാടും കേൾക്കുമ്പോൾ ഈ രണ്ട് വാക്കുകൾക്കും ഒരുപാട് സമാനതകൾ തോന്നുമെങ്കിലും കാഴ്ചയും കാഴ്ചപ്പാടും രണ്ടും രണ്ടാണ്. ലോകപ്രസിദ്ധ സംഗീതജ്ഞനായ ബീഥോവന് പ്രധാന സഹായിക്കുന്ന ശീലമുണ്ടായിരുന്നു. തന്റെ ഗ്രാമത്തിലെ പള്ളിമണിയുടെ ശബ്ദം കേട്ടാണ് അദ്ദേഹം തന്റെ
എഴുന്നേറ്റ് പ്രഭാത സവാരിക്കായി നടന്നു നീങ്ങി. അദ്ദേഹം ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പതിവ് പോലെ അരുവികളിൽ നിന്നും കളകള ശബ്ദം കേൾക്കുന്നില്ല, കിളിക്കൊച്ചലുകൾ കേൾക്കുന്നില്ല. എന്തുവഴി തന്റെ സുഹൃത്തായ കൊല്ലന്റെ ആലയിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ച് നടന്നു നീങ്ങിയ അദ്ദേഹം ദൈവാലയത്തിലെത്തി പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. തിരികെ നടന്ന് തന്റെ ഭവനത്തിലെത്തി. എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കാതിരുന്നത് താനെല്ലാം കാണുന്നുണ്ടായിരുന്നു എങ്കിലും താൻ കേൾക്കാതിരുന്നത് തന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. ആ സത്യം പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. കാഴ്ച എന്ന രീതിയിൽ അദ്ദേഹം എല്ലാം കാണുന്നുണ്ടായിരുന്നു, എന്നാൽ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനം നോക്കുമ്പോൾ കാഴ്ചയെ കാഴ്ചപ്പാടുകളാക്കി മാറ്റി തന്റെ വീടിന് രക്ഷയായി മാറിയ ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ത് ചെയ്തു? യേശു എങ്ങനെയുള്ളവർ എന്ന് കാണുവാൻ ശ്രമിച്ചു. വെറും ഒരു കാഴ്ച കാണുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വളർച്ചയിൽ കുറിയവൻ എന്ന തന്റെ തടസ്സത്തെ മറികടന്നുകൊണ്ട് ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം കാട്ടത്തിലേക്ക് കയറി. യേശുവിനെ കാണണമെന്ന് സക്കായി ആഗ്രഹിച്ചു. എന്നാൽ എന്നെ യേശു കാണണം എന്ന് സക്കായി ഒരിക്കലും ആഗ്രഹിച്ചില്ല. സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന യേശുവിന്റെ സ്വരം കേട്ടപ്പോൾ വെറും ഒരു കാഴ്ച എന്നതിനപ്പുറം സക്കായിയുടെ മനസ്സിൽ യേശുവിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായി. തന്നെ മുന്നമേ അറിഞ്ഞ വ്യക്തി, തന്നെ പേർ ചൊല്ലി വിളിച്ച വ്യക്തി, തന്നോടൊപ്പം പാർക്കുവാൻ ഇഷ്ടമുള്ള വ്യക്തി, തന്നെ രക്ഷിക്കുവാൻ മനസ്സുള്ള വ്യക്തി, തന്നെ സ്നേഹിക്കാൻ ആഗ്രഹമുള്ള വ്യക്തി. യേശു തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ സക്കായിയുടെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 8-ാം വചനം. കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചരിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നപ്പോൾ ഒരു വീടിന് മുഴുവൻ രക്ഷ ലഭിക്കുകയാണ്. യേശു സക്കായിയോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. യാത്ര ചെയ്യാനും പുറലോകം ചുറ്റി നടന്ന് കാഴ്ചകൾ കാണാനും ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമാണ്. പക്ഷേ കുറെ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരേ ഒരു ആഗ്രഹം സ്വന്തം വീട്ടിൽ എത്തിച്ചേരുക എന്ന് തന്നെയാണ്. എന്താണ് ഇതിന് കാരണം? ആ ചുമലുകൾക്കുള്ളിൽ നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്നവർ ഉണ്ടെന്നുള്ള ബോധ്യം. കാഴ്ചയിൽ ഭവനങ്ങൾ പല ആകൃതിയിലും പല വലിപ്പത്തിലുമുണ്ട്. കൊട്ടാര സദൃശമായ മണിമന്ദിരങ്ങളും വൈക്കോൽ മേഞ്ഞ പുൽക്കുഴികളും മരുപ്രദേശങ്ങളിലെ ചെറുകൂടാരങ്ങളും മരക്കൊമ്പുകളിൽ കെട്ടിയുണ്ടാക്കിയ മാടങ്ങളും വീടുകളാണ്.
ശമൂവേലിന്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന സ്ത്രീരത്നമാണ് അബിഗയിൽ. അബിഗയിൽ വിവാഹം കഴിച്ചത് മഹാധനികനും നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായ നാബാൽ എന്ന വ്യക്തിയെയാണ്. ശൗലിനെ ഭയന്ന് വനാന്തരങ്ങളിൽ അലഞ്ഞടന്ന ദാവീദ് തനിക്കും തന്നോടൊപ്പമുള്ളവർക്കും സഹായം ലഭിക്കും എന്ന് കരുതി വിശ്വാസത്തോടെ 10 പേരെ നാബാലിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. എന്നാൽ പണ്ട് മുതൽ പരിചയമുണ്ടായിരുന്ന ദാവീദിന്റെ കൂട്ടുകാരെ നാബാൽ സഹായം നൽകാതെ പുച്ഛത്തോടെ പരിഹസിച്ച് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഈ വാർത്തയറിഞ്ഞ ദാവീദും 400 പേരും അബിഗയിലിന്റെ ഭർത്താവായ നാബാലിന്റെ വീട്ടിലേക്ക് പകരം വീഴുവാൻ പുറപ്പെടുകയാണ്. ശക്തനായ ദാവീദിന്റെ വരവറിഞ്ഞ അബിഗയിൽ ആ സാഹചര്യത്തെ വിവേകത്തോടെ നേരിട്ടു. 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്ക മുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറി ബാല്യക്കാർക്ക് പിന്നാലെ പോവുകയാണ്. ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി ദാവീദിന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് തന്റെ ഭർത്താവിന് വേണ്ടി ക്ഷമ ചോദിക്കുകയാണ്. യഹോവ യജമാനന് നന്മ ചെയ്യുമ്പോൾ അതിനെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ക്ഷമായാചന നിർത്തുമ്പോൾ ദാവീദ് അബിഗയിലിനോട് പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. നിന്റെ വിവേകം കൃത്യം, രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വേണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടത്. സമാധാനത്തോടെ വീട്ടിലേക്ക് പോകാം. ഇതാ ഞാൻ നിന്റെ വാക്കുകേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: വിവേകത്തിന് നീ സഖി എന്ന് പേർ പറയാം. വിവേകം നേടുക, മറക്കരുത്. ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിന്റെ വിവേകത്തിന്റെ ഉദാത്ത മാതൃകയായി അബിഗയിലിനെ നമുക്ക് കാണുവാൻ കഴിയും. ആരൊക്കെ വിവേകത്തോടെ ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന്റെ മുഖം നമുക്ക് ദർശിക്കാനാവും. ഒരിക്കൽ ഒരു അധ്യാപിക തന്റെ ക്ലാസ്സിലെ ഏറ്റവും ബഹളക്കാരനായ കുട്ടിയുടെ മുന്നിലേക്ക് ലോകത്തിന്റെ ഭൂപടം പല കഷ്ണങ്ങളായി മുറിച്ചു കൊടുത്തു. കുറെ നേരം കഴിഞ്ഞാലും അത് അവന് ഒട്ടിച്ചെടുക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തോടുകൂടി ടീച്ചർ ക്ലാസ്സിൽ നിന്നും കടന്നുപോയി. അല്പസമയത്തിനുള്ളിൽ ടീച്ചറിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ ജോലി പൂർത്തിയാക്കി താൻ ഒട്ടിച്ച ഭൂപടവുമായി അധ്യാപകരുടെ അടുക്കലേക്ക് അവൻ ഓടിയെത്തി. അധ്യാപിക അത്ഭുതത്തോടെ ചോദിച്ചു, ഇത്രയും അറിവ് നിനക്കുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇത്രയും കൃത്യമായി ഈ ഭൂപടം നീ ഒട്ടിച്ചത്? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ടീച്ചർ, ഈ ഭൂപടത്തിൽ ഇന്ത്യ എവിടെയെന്നോ, ചൈന എവിടെയെന്നോ, അമേരിക്കയുടെ സ്ഥാനം എവിടെയെന്നോ എനിക്ക് അറിയില്ല. പക്ഷേ ഇതിലെ കഷ്ണങ്ങൾ തിരിച്ചും മറിച്ചും നോക്കിയപ്പോൾ അതിന്റെ മറുവശത്ത് ഒരു മനുഷ്യന്റെ കണ്ണ് ഞാൻ കണ്ടു, ഒരു മനുഷ്യന്റെ മൂക്ക് ഞാൻ കണ്ടു, ഒരു മനുഷ്യന്റെ ചെവി ഞാൻ കണ്ടു, മനുഷ്യന്റെ കൈ കണ്ടു, കാലുകൾ കണ്ടു. മനുഷ്യനെ ശരിയാക്കിയപ്പോൾ ലോകം ശരിയായി. ലോകത്തിനല്ല മാറ്റം സംഭവിക്കേണ്ടത്, കുടുംബങ്ങൾക്കല്ല മാറ്റം സംഭവിക്കേണ്ടത്, കുടുംബത്തിനുള്ളിലെ ഓരോ മനുഷ്യനുമാണ് മാറ്റം സംഭവിക്കേണ്ടത്. മനുഷ്യൻ മാറുമ്പോൾ കുടുംബവും മാറുന്നു. ഒരു മെഴുകുതിരിയിൽ നിന്ന് വരുന്ന ദീപനാളം 1000 മെഴുകുതിരികൾക്ക് വെളിച്ചം പകരുന്നതുപോലെ വിശ്വാസത്തിന്റെ ദീപനാളം തലമുറകളിലേക്ക് പകരുവാൻ, വിശ്വാസം നിറഞ്ഞ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ദൈവം നമ്മുടെ ഓരോ കുടുംബങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ബിഷപ്പ് A.S.
Thank you.